ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ചിഹ്നമായിട്ടാണ് പലരും കുരിശിനെ കാണുന്നത്. നോമ്പും നാളുകളിൽ പ്രത്യേകമായും സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്നവരാണ് ക്രൈസ്തവർ. ക്രിസ്ത്യാനികളുടെ ഈ ജീവിത മാതൃക അവർ വണങ്ങുന്ന കുരിശിലൂടെ അനേകം ആളുകൾക്ക് സാന്ത്വനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അനുഭവം ലഭിക്കുന്നുണ്ട്. ഒരിക്കൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സന്ദേശത്തിലൂടെ ഇങ്ങനെ പറയുകയുണ്ടായി: കുരിശിലൂടെ കൈവരുന്ന ക്ഷമയുടെ നീരുറവ നമ്മുടെ സാഹോദര്യത്തിന് ഊഷ്മളത പകരുന്നു. തന്മൂലം ഈ കുരിശ് നമ്മെ സഹോദരങ്ങളാക്കി മാറ്റുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വചനത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു: സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. കുരിശ് നമ്മുടെ സഹനവും രക്ഷയും തന്നെയാണ്. രക്ഷ സാധ്യമാക്കി തരുന്ന കുരിശിനെ നാം ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും തികച്ചും ന്യായവും സ്വാഭാവികവുമാണ്. അതിനാൽ കുരിശിനെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. കുരിശ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും പാപത്തിൻ്റെ മേലുള്ള ആധിപത്യത്തിൻ്റെയും സ്ഥലമാണ്. ഈശോയുടെ കുരിശുമരണത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ശക്തി തകർന്നു. കുരിശില്ലെങ്കിൽ കിരീടമില്ല എന്ന ചൊല്ല് നമുക്ക് പരിചിതമാണ്. പക്ഷേ കുരിശ് വഹിക്കേണ്ടി വരുമ്പോൾ നാം കിരീടമല്ല ഓർക്കുന്നത്, നേരിടേണ്ട യാതനയുടെ കാഠിന്യവും കയ്പുമാണ്. ജീവിതത്തിൽ സുഖം കാക്ഷിക്കുന്നവരാണ് നാം എല്ലാം. ഓരോ വ്യക്തിക്കും സഹിക്കാവുന്ന ക്ലേശങ്ങളുടെ കുരിശാണ് ദൈവം നൽകുന്നത്. പീഡനത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഉപകരണത്തെ ദൈവം സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാക്കി മാറ്റി. ജീവൻ്റെ വൃക്ഷമായി മാറ്റപ്പെട്ട ആ മരക്കുരിശ് നമ്മുടെ പ്രത്യാശയുടെ പ്രതീകമായി മാറി. ആയതിനാൽ ഈ തപസ് കാലത്ത് വിശുദ്ധ കുരിശിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് രക്ഷയിലൂടെ ഈശോയുടെ സാക്ഷികളായി മാറാം. ആമേൻ.